എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഇട്ട ക്ലോത്തിൽ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പൊ ഇതിന്റെ സെൻസിന് അത് സെൻസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ അത് വെള്ളമില്ലെന്ന് കാണിക്കും മെഷീൻ. അപ്പൊ രണ്ടാമത് വെള്ളം ചോദിക്കും മെഷീൻ. ചോദിക്കുമ്പോൾ ഇത്ര സമയത്തിന് ഇത്ര സെക്കൻഡിനുള്ളിൽ വെള്ളം കയറണമെന്നുള്ളതാണ്. അത് കയറാണ്ട് വന്നാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇത് ക്വിറ്റാവും. ആ ഒരു പ്രോഗ്രാമിന് ഇടയിൽ വെച്ച് ഇന്ററപ്റ്റ് ചെയ്തിട്ട് അത് നെക്സ്റ്റ് ലെവലിലേക്ക് തീർന്നു എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കും. നെക്സ്റ്റ് ലെവലിലേക്ക് പോകില്ല. അപ്പൊ മെഷീൻ കൊടുത്തിരിക്കുന്ന ഒരു പവർ എന്താണ്? ഇത്ര സമയത്തിനുള്ളിൽ വെള്ളം വരണം, ഇത്ര സമയത്തിനുള്ളിൽ ഇത് റീച്ച് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നെക്സ്റ്റ് ലെവലിൽ പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നടക്കാത്തത് കൊണ്ടാണ് സംഭവം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ രാവിലെ നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ അറേഞ്ച് ചെയ്തു തരാം. ആ വീഡിയോ കോളിൽ ഇത് ഇന്ന് തന്നെ ചെയ്തോ, ഇന്ന് തന്നെ ചെയ്ത് ഇതിപ്പോ തന്നെ ചെയ്ത ഈ പ്രശ്നം തീരും. നിങ്ങളുടെ സ്കിപ്പിംഗ് എന്ന് പറഞ്ഞ പ്രശ്നം തീരും. തീരും. നാളെ രാവിലെ അല്ല റീസെറ്റ് ഇതിലില്ലേ, റീസെറ്റ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലംസ് ഒന്നും അല്ല ഇതിന്റെ അകത്ത് പ്രോബ്ലംസ് ഈ ഒരു സാധനം ചെയ്തിട്ട് ഞാനിപ്പോ പറഞ്ഞ പരിപാടിയില്ലേ, ഇത് ചെയ്തിട്ട് ഒരു MT വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവും. ഇപ്പൊ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, ഒരു MT വാഷ് ചെയ്തോ. കാരണം വെള്ളം തുണി ഇല്ലാണ്ട് വാഷ് ചെയ്താൽ ഈ ഫംഗ്ഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കും. മനസ്സിലായോ? കാരണം വെള്ളം കുടിക്കാനില്ലല്ലോ അതിന്റെ അകത്ത്. അതുകൊണ്ട് MT വാഷ് കറക്റ്റ് ആയിട്ട് നടക്കും. വെള്ളം വരുമ്പോഴാണ് ഇത് അബ്സോർവ് ചെയ്യുമ്പോഴാണ് ഈ സെൻസിങ് എല്ലാം മാറിപ്പോകുന്നത്. അപ്പൊ ഈ വെള്ളം ഇത് മാത്രം ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീരും. അതൊന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോരാത്ത എന്ത് സപ്പോർട്ടും കസ്റ്റമർ കെയറിൽ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ അവരോട് പറഞ്ഞേക്കാം. ഓക്കെ.